ഏയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഇത്? ഞാൻ ഇന്നലെ പോയതിൻ്റെയാണ്. എനിക്കത് വ്ളോഗായിട്ട് ആക്കിയിടാൻ വേണ്ടി ടൈം ഉണ്ടായില്ല. കാരണം ഞാൻ ഇന്നലെ നൈറ്റ് ഷോക്ക് വാഴ 2 കാണാൻ പോയി. അത് കണ്ടു. 9:45 9:15 സിനിമ എന്ന് പറഞ്ഞിട്ട് 9:45 അതിന് ഫിലിം തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 12 മണിയായിരുന്നു. 12 കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 12:45 ആയി. പിന്നെ ഉറങ്ങി. അതോടെ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാമെന്ന്. എനിക്ക് 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് വിട്ട് നേരെ ഇവിടെ വടപളനിയിൽ പുതിയ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ പോയി. അവിടെ അന്നൊരിക്കൽ പോയിട്ട് നമ്മൾ ഈ കഫേയിൽ നിന്ന് കട്ട്ലറ്റൊക്കെ കഴിച്ചായിരുന്നു. അത് നല്ല ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ബിരിയാണീൻ്റെ മണം, നാട്ടിലെ ബിരിയാണീൻ്റെ സ്മെല്ല്. ഓ, എന്തൊരു സന്തോഷം അറിയാം ഗൈസ്. അപ്പം തന്നെ അതും നമ്മളെ സ്വന്തം കണ്ണൂർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി. വേം പോയി ഞാൻ സിംഗിൾ ബിരിയാണി വാങ്ങി, ഏട്ടൻ ഫുൾ ബിരിയാണി വാങ്ങി. ഇത് അതിൻ്റെ അപ്പുറം കിട്ടിയതാണ്. തൈര് സാലഡ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. അച്ചാറൊന്നും ഞാൻ തിന്നിട്ടില്ല. പിന്നെ ഉള്ളിയുണ്ട്. എന്നിട്ട് പിന്നെ സിംഗിൾ ബിരിയാണിയും കഴിച്ച്, ഏട്ടൻ ഫുൾ ബിരിയാണിയും കഴിച്ച് നമ്മൾ പിന്നെയും വിട്ട്. ഇതാ നമ്മൾ നെഹദി മന്തിനൊക്കെ ഉണ്ടോ അവിടെ കയറാമെന്നാണ് വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിൽ ബിരിയാണി കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എനിക്ക് പറയാനുള്ള നല്ല ആംബിയൻസ് ആണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. നല്ല കാമാണ്, അടിപൊളിയാണ്. ബിരിയാണി ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പൈസ കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം ഫുൾ ബിരിയാണിക്ക് 300 രൂപയും എൻ്റെ സിംഗിൾ ബിരിയാണിക്ക് 200 രൂപയായിരുന്നു. പിന്നെ ഞാനൊരു മൊജിറ്റോ ഓർഡർ ചെയ്തതിന്. അതിലവർ പഞ്ചസാര ഇടാൻ മറന്നതാണോ അറിയില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മാളിലെത്തിയേട്ടാ, നമ്മൾ സ്കൈ അമ്പ മാളിൽ തന്നെ. അവിടെ നോക്കുമ്പോൾ എന്തോ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സിനിമ തുടങ്ങാൻ സമയമായിട്ടില്ല. നമ്മൾ വേഗം ഫുഡ് കഴിച്ച് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയെല്ലാം ഉരുണ്ട് കളിച്ച് അങ്ങനെ ഇങ്ങനെയെല്ലാം നടന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. സിനിമ കാണാൻ കയറി കഴിഞ്ഞിട്ടും പിന്നെയും ഏകദേശം 20 മിനിറ്റോളം പരസ്യം ഇട്ടിട്ടാണ് സിനിമ തുടങ്ങിയത്. അങ്ങനെ ഫിലിം തുടങ്ങി ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റും എമോഷണൽ എന്ന സെൻറ്റിയും ഒക്കെയുള്ള ഒരു ഫിലിം കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഇമോഷണൽ സീൻസും ഉണ്ട്, അതായത് സെൻറ്റിയും ഉണ്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും. നമ്മൾ രണ്ടാളും എന്ത് നല്ല ഫിലിം. നമ്മളെ മനസ്സിനെ സ്പർശിച്ച സിനിമ എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നമ്മൾ തിരിച്ചു വരുമ്പോൾ 12:30 ആയിന്. അപ്പം വലിയ ബ്ലോക്കൊന്നും ഇല്ല, ഒന്നുമില്ല. കാരണം ആരും ഇല്ല. ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വലിയ വലിയ ബസ്സുകളും പോകുന്നുണ്ട്. പിന്നെ നല്ല രസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് വീടും എത്തി. അല്ലെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്ന സമയമാണ്. നമ്മൾ വെറും 20 മിനിറ്റ്സ് കൊണ്ടാണ് വീട്ടിലെത്തിയത്. അപ്പം ഇത്രയൊക്കെ ഇല്ലും ഗൈസ്. നിങ്ങൾ എന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം വീഡിയോയുടെ എണ്ണം കൂടുതലും സബ്സ്ക്രൈബ്സ് കുറവാണ്. അപ്പോൾ അത്രയിലും ബൈ.